നമ്മൾ തഞ്ചാവൂർ പോവുകയാണ്. ട്രിവാൻഡ്രത്തു നിന്ന് നാഗർകോവിൽ പോകാം. നാഗർകോവിലിൽ നിന്ന് വേണം അടുത്ത ട്രെയിൻ പിടിച്ച് നമ്മൾ ഇവിടെ തിരിച്ചെത്തണം. തിരിച്ച് നിന്ന് ബസ് പിടിച്ച് തഞ്ചാവൂർ പോകാം. ട്രെയിനിന്റെ സ്പീഡ് നമ്മൾ കയറും ഉറപ്പാണ്. 1000 രൂപയാണ് കയ്യിലിപ്പോ കളിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടമാണല്ലേ നമുക്ക് പറക്കുന്നതാണ് ആശി പറയും. റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ മിനിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 2 മിനിറ്റ് ലേറ്റായി. ആശി കേസായിട്ടാ അവൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്ന അഭിജിത്ത് സാറാ എന്നൊക്കെ മാമൻ പറഞ്ഞിട്ട് ക്യാബിനിൽ ചാടിക്കാറ്. എത്തി ട്രെയിൻ എവിടെയാണ്? അവിടെ ഉണ്ടെന്നാണ് ഞാൻ വരുന്നത്. ട്രെയിൻ കിടക്കുന്നത് അതെ ട്രാക്കിലേക്ക് ഇറങ്ങിക്കോ. ട്രെയിൻ അനങ്ങി ഒരു മിനിറ്റ് തിരിച്ചൊരു പ്രതീക്ഷ. വണ്ടി കിട്ടി വണ്ടി പോയെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിപ്പോൾ ചായ ബിസ്ക്കറ്റ് കഴിച്ച് പയ്യെ വണ്ടി ചെയ്സ് സീനൊക്കെ ആയിരുന്നു. ട്രെയിൻ കിട്ടി നമ്മൾ തിരിച്ച് എത്തി അടുത്ത ട്രെയിൻ കയറാൻ പോകണം തഞ്ചാവൂരിലോട്ട്. നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തിയിരിക്കുന്നു. തഞ്ചാവൂർ ജംഗ്ഷൻ കാണിച്ചത് ടയറിൽ തഞ്ചാവൂരിനൊക്കെ നമ്മളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തി നമ്മൾ ചെറുതായിട്ട് കണ്ട്, നിങ്ങൾക്ക് വലുതായിട്ട് കാണിച്ചു തരാം. നമ്മൾ അമ്പലത്തറയൊക്കെ അങ്ങനെ നമ്മൾ തഞ്ചാവൂർ നദി എത്തി. തഞ്ചാവൂർ നദി എത്തോടാ ഉള്ള ഫ്രെയിമുള്ള നമ്മളുടെ തഞ്ചാവൂർ എത്തി. ഒറ്റ ഫ്രെയിമിൽ തന്നെ 3 ഇപ്പം കയറി പോകുന്ന അപ്പൂപ്പനും അമ്പലത്തിൻ്റെ വലിപ്പു. സംസ്കൃതമല്ലേ ഇത്? സെന്തമിഴാണ്. നമ്മളതാ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രസീൻ സാറിനെ ഓർക്കുകയാണ്. സാർ പഠിപ്പിച്ച വലിയ ബിൽഡിംഗ് വരച്ച സാധനം നോക്ക്. നമ്മൾ ഇത്രയാണ് അടിച്ചുള്ളൂ. ഇത്രയുണ്ട് ഇതിന്റെ ഹിസ്റ്ററി. അമ്മാളിന്റെ തൈര് സാധനത്തിന് വേണ്ടി ഞാൻ ദോശ പൂരി ഒന്ന് നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് ഒന്ന്, മസാല ദോശ, അമ്മാളിന്റെ തൈര് സാധനം വന്നില്ല. കഴിച്ചിട്ട് വരാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പാലസിലോട്ട് പോയുണ്ട്. നമ്മൾ പാലസിലോട്ട് പോയാണ്. പാലസിന്റെ പേര് ആഷിഖിനെ അറിയാം. പാലസിന്റെ പേരെന്തോടോ? പാലസിന്റെ പേരെന്തോ? മറാത്ത പാലസ്. നമ്മൾ മറാത്ത പാലസിലോട്ടാണ് പോകുന്നത്. ആഷിഖ് യൂട്യൂബ് വഴി കണ്ടുപിടിച്ച പാലസാണ്. നമ്മളെ ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ നടന്നിട്ട് പണം പാലസാണ്. ഇത് കണ്ടിരിക്കേണ്ട ഒരു പാലസിനാണ് ആഷിഖ് അറിയാം. ഇനി നമുക്ക് പാലസ് പോയി കണ്ടിട്ട് വരാം. പാലസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ. പാലസ് കിട്ടിയിട്ടുണ്ട്, കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ല. ഹാർഡ്വെയർ പാലസ്, അഭിജിത്താണ് പറഞ്ഞത്. അവിടെ പോയ ഫുഡ് കിട്ടുമെന്നാണ്. പാലസ് ഇവിടെ എവിടെ നോക്കിയാലും വിജയ് റെഫറൻസ് പാലസ് കിട്ടിയിട്ടുണ്ട്. ലൈബ്രറി അവിടെ ബോർഡ് ഉണ്ട്, തഞ്ചാവൂർ പാലസ്. 8? Wow. இந்த பையனை தெரியுமா?
பெரிய யூடியூபர் ഇവനെ മാതിരി കേരള ആവക്കൂടാതെ നല്ല മാതിരി പഠിക്കുക. പാലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരൊക്കെ വരുന്ന പാലസിന്റെ എയർഫോഴ്സിനകത്തോട്ട് പിള്ളേരാണ്, സ്കൂൾ പിള്ളേരുടെ അടി വാങ്ങിച്ചിട്ടാവുന്ന ലൈബ്രറി. സ്കൂൾ പിള്ളേരൊക്കെ അതാണ് പാലസ്. This monument has been declared as of historical importance as the ancient monument and archaeological sites and ഈ മോണുമെന്റ് ആണ് ആ മോണുമെന്റ്. ഇതല്ല ഗൈസ്, ഇതാണ്. ഇതിലൊന്നും തൊടല്ലേ, പണിഷ്മെന്റ് ആണ്. വന്നട ചടിയൊക്കെ 1 2 3 4 അതിനാ പിന്നെ 4 വർഷം പോയ ബെൽ ടവർ ലൈബ്രറി മ്യൂസിയം അടിപൊളിയല്ലേ? 350 അടിപൊളിയാണ്. പൈസ ഓൺലി പൈസ. ഞാൻ വിളിക്കാൻ കേട്ടോ. ബൈ. ഇവനെ തിരുമ്പി കൊണ്ടുവരും. പിന്നെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് കൊണ്ടുവരാണ്. അപ്പം ഇനി നിങ്ങൾ തഞ്ചാവൂർ പാലസിലോട്ട് വരപ്പം ഈ ഗേറ്റ് കടന്ന് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവാം, അല്ലെങ്കിൽ അങ്ങ് പോയിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ തരും. ആദ്യമായിട്ട് പാലസിൽ കയറാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് പാലസിൽ കയറാൻ പോകണം. ഓ അതാ ഇന്നത്തെ ഫസ്റ്റ് വിസിറ്റേഴ്സ് പോവാം. അഗ്നിയുടെ വീട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, അതിപ്പോ ഇറങ്ങുന്നേ. ഇതാണ് തഞ്ചാവൂർ പാലസ്, മോഡേൺ പാലസ്. മോഡേൺ തഞ്ചാവൂർ പാലസ്. ഓ ഗ്ലാസ് വിൻഡോസ്. എത്ര ഉള്ളത്? ഇതിനാണ് 150 രൂപ എടുത്തത്. അയ്യോ of Makrakanti necklaces. ഇത് ഡീറ്റെയിലിങ് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ. See so many statues. That is a statue. And this is a model of Tanjavur. Architecture. Yeah guys, ഇതാണ് നമ്മൾ പോയ അമ്പലം. ഓ ഇതാണല്ലേ കണ്ടത്. ഇതാണ് നമ്മൾ കണ്ടത്. നമുക്ക് എടുക്കാൻ പറ്റാത്തത് എവിടെ നിന്ന് എടുത്താൻ ചേരാം. സൂക്ഷിച്ചു നോക്കി. ഇതിന് മറ്റേ കുഞ്ഞു മറ്റേ നേരത്തെ പറഞ്ഞ ശിവ ഉണ്ടല്ലോ, ശിവനെ വരെ ഇതിൽ ഒരു ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു തഞ്ചാവൂർ പാസ്റ്റ് ഇൻ പിക്ചേഴ്സ്. ഇതാണ് പോർട്രേറ്റ് ഓഫ് ശിവജി ടു. ഇതാണ് നമ്മളുടെ തഞ്ചാവൂർ മാർക്കറ്റിൻ്റെ ഫോട്ടോ. ഗൈസ് ഒരു എല്ല് കാണാം ഗൈസ്, ഡൈനോസർ ആണെന്നാണ് തോന്നുന്നത്. ഡൈനോസറാ? വെയിൽ. ഓ ഗൈസ് നോക്ക്, ബോൺ ഓഫ് എ വെയിൽ. എന്ത് വലുതാണെന്ന് നോക്ക്. ഇത് നമ്മളെ കഴിക്കുകയാണെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് മധുരയ്ക്ക് പോവുകയാണ്. അപ്പോൾ ചൂടുള്ള ഞാൻ കയറ്റുള്ളത്. നിങ്ങൾ പോവുള്ളതെന്ന് വെച്ചാൽ ഇപ്പം തഞ്ചാവൂരിൽ നിന്ന് മധുരയ്ക്കാണെങ്കിൽ തഞ്ചാവൂരിൽ നിന്ന് മധുരയിലോട്ടാണ് പോകണമെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിലാണ് പോവുക. തമിഴ്നാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. വെയിൽ 10 മണിയായതെന്തോ ഉള്ളൂ. റിവ്യൂ പറയണം. നല്ല സീറ്റ് ബസ്സിന് സീറ്റൊക്കെ കൊള്ളാം. നമ്മള് KSRTC ഇതുപോലെ കണ്ട് പഠിക്കണം. പിന്നെ ചെറുതായിട്ട് ഡെഡ് ആയി ഗൈസ്. ഞാൻ പകുതി പിന്നെ നമ്മൾ മധുരയിലോട്ട് പോകണമെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ വേണം. ഇവിടെ സഹിക്കാൻ പറ്റുന്ന ഇവിടെ വെയിലാണ്. ഇവിടെ 10:55 ഉള്ളൂ, പക്ഷേ ഒരു മണിയുടെ വെയിലാണല്ലോ. മധുരയിൽ ഫുഡ് കിട്ടും ഗൈസ്. അതിനാണ് അതിനാണ് പോകുന്നത്. ബൺ പൊറോട്ടയാണ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. എങ്ങനെയാണ് ട്രാവൽ ആയിട്ട് 1000 രൂപയുടെ അടിയിൽ എങ്ങനെ തഞ്ചാവൂർ മധുര കവർ ചെയ്യാം അഭിജിത്ത് പറഞ്ഞു. അത് ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ചെയ്യണം. ഇനി ക്ലിപ്പ് അടിച്ചു. നമ്മൾ മധുര എത്തി. വെയിലെന്ന് വെച്ചാൽ
എന്റെ ഫോൺ ചൂടായി ചുമ്മാ ഇരുന്നു. നമ്മൾ മധുര വന്നാൽ നമ്മൾ മധുരയിലെ അമ്പലത്തിൽ വന്നെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഗൈസ് നമ്മളിപ്പോ വന്നത് ഫുഡ് അടിക്കാനാണ്. എവിടെയാണ് പോകുന്നത്? കുമാർ ബിരിയാണി, ഒത്തന്റിക് ബിരിയാണി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അടുത്ത ഫുഡ് സ്പോട്ട് ബൺ പൊറോട്ട, എന്നിട്ട് മറ്റേ ജിഗർ ദണ്ടയും എല്ലാം കൂടെ സെറ്റ്. ഇതിനാണ് നമ്മൾ മധുര. നമ്മൾ ഫസ്റ്റ് കുമാർ മെസ്. നമ്മൾ കേരളത്തിലെ കുമാർ ബസ്സിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്തിലെ കുമാർ ബസ്സല്ലേ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. മധുരയിലെ ഒറിജിനൽ കുമാർ. നമ്മളെ ബിരിയാണി വന്നിരിക്കുന്നുള്ളൂ മധുര സ്റ്റൈൽ. എങ്ങനെ ഉണ്ടായിരുന്നറിയാം ബിരിയാണി? സോഷ്യൽ മീഡിയയിൽ പ്രശസ്തി നേടാത്ത ഫുഡ് ബ്ലോഗേഴ്സാണ് ഈ നാട്ടിൽ നമ്മൾ. തീർച്ചയായിട്ടും ഞാൻ അതിന് യോജിക്കുന്നു. വയറ് പറഞ്ഞാടാ, ഇത്രയും വലിയ പ്ലേറ്റ് ആണ് ഗൈസ് ബിരിയാണി ഉണ്ടെന്ന്. 2 പ്ലേറ്റിൽ 3. പിന്നെ വേറെ ടേസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് മട്ടൻ കറി കിട്ടി. സ്പെഷ്യൽ മിനി എടുക്കാം. ഒരു സ്പെഷ്യൽ നമ്മളെ മീനാക്ഷമ്മ ടെമ്പിൾ. നമ്മൾ മീനാക്ഷമ്മ ക്ഷേത്രം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്കഫോൾഡ് വെച്ച് നിറച്ചേക്കാണ്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാ ഈ ഡീറ്റെയിൽ കാണണേ കണ്ടോ. നമ്മൾ മധുര മീനാക്ഷി കോവിലെത്തിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് കാണാൻ പറ്റി. ഇനി ഇന്ത്യ പാകിസ്ഥാൻ. നമ്മളിങ്ങനെ മധുര വന്നിട്ട് ക്രിക്കറ്റ് അടിക്കാതെ പോയാ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ why this man is called a genius. ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന വിളിപ്പേരിന് പോർച്ചുഗലിന്റെ ഈ താങ്ക് യു നന്ദി. മീനാക്ഷി കാപ്പിക്കട തപ്പി നടക്കുകയാണ്. നമ്മൾ മറ്റേ പിള്ളേരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ്. അപ്പോൾ വേറൊരാൾ പറഞ്ഞ് അവിടെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഏതോ റൗണ്ട് ബോട്ടിന്റെ ഫ്രണ്ടിലുണ്ട് ബൺ പൊറോട്ട തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോക്കൽ സപ്പോർട്ട് വരി ചോദിച്ചപ്പോൾ പറഞ്ഞ ശ്രീ മീനാക്ഷി കോഫി ബാർ എന്ന് പറയുന്ന ഒരു കടയിൽ കിട്ടുന്നതാണ്. പക്ഷേ ഓട്ടോക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവിടെ സാധാ പൊറോട്ടയാണെന്നാണ് പറയണത്. നമ്മൾ പക്ഷേ എത്തി ഒരു 550 ലാസ്റ്റ് കിട്ടി ഗൈസ്. നാടൻ ചിക്കൻ കറി സൈൻ ഔട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളുടെ മൊത്തത്തിൽ. തഞ്ചാവൂരും മധുരയും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നടന്നോ? ഈ തല കാണുന്നതിനേക്കാളും ഫുഡ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നടന്നോ? പേടെടുക്കാൻ 10 മിനിറ്റ് കൂടെ എന്നാലും പേട കിട്ടിയില്ല. ഒരു ലേശം പേടിക്ക് 550 രൂപ നമ്മൾ ഓടി. ഈ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. വേറെ ആർക്കും അല്ല, ഞാൻ നേരത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. താങ്ക്സ് ടു ഹാരിസ് ഖാൻ ഈ പരിപാടി തേച്ചതിന് വളരെയധികം നന്ദി. പക്ഷെ ഹാരിസ് ഖാന്റെ റെഡ് അലേർട്ട് കാണാം. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ സോഡ എടുത്തു. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി തേനെ ഗൈസ് മധുര ജംഗ്ഷൻ മൂഞ്ചി. ഇതല്ലേ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ വന്നു ഗൈസ്.
നമ്മളിപ്പോൾ സൈൻ ഔട്ട് ചെയ്യുകയാണ് ഗൈസ്. സൈനിങ് ഔട്ട്.